സൂപ്പർ സൂപ്പർ, എനിക്ക് ഇഷ്ടമായി. അടിപൊളിയാണ്. സെറ്റാ. ഈ നട്ടുച്ചയ്ക്ക് ഞാൻ വൈപ്പിൽ നിന്ന് റോറോ ജങ്കാറും പിടിച്ച് ഫോട്ടോജി പോകുന്നത് എന്തിനായിരിക്കും? ഫോട്ടോജി മട്ടാഞ്ചേരി ഏരിയയിൽ ഒരു ക്വിക്ക് വിസിറ്റ് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റിയ ഒരു സ്പോട്ടുകൾ നമുക്ക് നോക്കാം. ബാ, ഇതിനു മുമ്പ് നിങ്ങളിവിടെ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങിക്കോ മക്കളെ. ബീഫോ ബിരിയാണി പോകാം നമുക്ക് ആദ്യം തന്നെ. ഇവിടെ നല്ല കൊച്ചി സ്റ്റൈല് ബിരിയാണി കിട്ടും, നല്ല ലോങ് ഗ്രെയിൻ റൈസിൽ. അപ്പൊ കമന്റ് ഇത് മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, സാലഡും ഇത് ഓൾറെഡി വന്നിട്ടുണ്ട്. ഇത് ഇപ്പൊ വന്ന മക്കളെ കൊള്ളാം. നല്ല മീറ്റിന്റെ ടേസ്റ്റ് ഒക്കെ ശരിക്കും ഫീൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണിയാണ്. എനിക്ക് ചിക്കനും മട്ടനും ഒരേപോലെ ഇഷ്ടപ്പെട്ടു. കൊള്ളാം. സട്ടിൽ ഫ്ലേവർ അല്ലെങ്കിൽ മൈൽഡ് ഫ്ലേവർ ബിരിയാണി ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എന്തായാലും വന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സൂപ്പർ, എനിക്ക് ഇഷ്ടമായി. മട്ടൻ സെറ്റാ, സോഫ്റ്റ്. ഞാനിങ്ങനെ ബ്രേസസ് ഇട്ടോണ്ട് കഴിക്കാൻ പക്ഷെ നല്ല എളുപ്പമുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യൂ. ടൈമിംഗ് ഡേ ഇതാണ്. പിന്നെ ആഴ്ചയിൽ 7 ഡേയ്സും വർക്കിംഗ് ആണ്. പൊളി തന്നെ. ഇനി നമുക്ക് മട്ടാഞ്ചേരിക്കാരുടെ കാവ കുടിക്കാം. കാവ ശരിക്കും നമ്മുടെ കാശ്മീരിലെ കാണപ്പെടുന്ന ഒരു ടീ ആണ്. പക്ഷെ ഇത് നമ്മുടെ മട്ടാഞ്ചേരിക്കാരുടെ കാവ. കൂടെ ഒരു കൊച്ചി സ്റ്റൈൽ കട്ട്ലറ്റും പറഞ്ഞു. കാവ കുറെ സ്പൈസസ് ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. ഇതിന്റെ ടേസ്റ്റ് നമ്മുടെ ചുക്കാപ്പിയോട് വളരെ സിമിലർ ആയിട്ട് ടേസ്റ്റ് ആണ്. സംഭവം കൊള്ളാം. അപ്പൊ ഒരു വെറൈറ്റി ഡ്രിങ്ക് കുടിക്കണം എന്നുള്ളൊരു മൂഡിന് ഇത് നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. മുതിർന്നവർ തുടങ്ങി കുട്ടികൾ വരെ നമ്മുടെ കാവയുടെ ഫാൻസ് ആണ്. എല്ലാവരും ഹാപ്പി. കുറെ വർഷമായി ഈ കട തുടങ്ങിയിട്ട്. ഈ കടക്ക് അങ്ങനെ പേരൊന്നുമില്ല. മട്ടാഞ്ചേരി പുതിയ റോഡിൽ വന്നിട്ട് ആരോട് ചോദിച്ചാലും പറഞ്ഞു കാവക്കടയതാണ്. ഇനി അടുത്ത പോകുന്ന സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ആ തിരക്കടപ്പ് മനസ്സിലായി അതാണ് സ്ഥലം എന്ന്. എല്ലാവരും സ്നേഹത്തോടെ ശാന്തിലാൽ എന്ന് വിളിക്കുന്ന ശാന്തിലാൽ എസ് മിഠായിവാല. ഇവിടുത്തെ സ്വീറ്റ്സ് എല്ലാം ക്ലാസിക് ആണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പോയ ദീപാവലി സമയത്തും ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും നല്ല എക്സൈറ്റഡ് ആയിരുന്നു. വെയിലായിരുന്നൊരു പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു ക്യൂവിൽ നിൽക്കാനായിട്ട്. വലിയ ക്യൂ തന്നെ ആയിരുന്നെങ്കിലും പെട്ടെന്ന് ഇവിടുന്ന് മൂവായി പോകുന്നുണ്ടായി. അങ്ങനെ അവസാനം നമ്മൾ ഓർഡർ ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ കാണുന്ന പോലെ സ്പെഷ്യൽ സ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാമിന്റെ ഒരു ബോക്സ് ആണ്. നമ്മൾ അതാണ് വാങ്ങിയ. എല്ലാം അസോർട്ടഡ് ആണ്. അതിന്റെ കൂടെ ഒരു കാലാജാമനും പറഞ്ഞിട്ടുണ്ട്. സാധനം നമുക്ക് കിട്ടി ഗായ്സ്. ഇത് ഞാൻ എങ്ങനെയുണ്ടെന്ന് പറയാം, ഇപ്പോഴല്ല പിന്നെ. മട്ടാഞ്ചേരി ഗുജറാത്തി സ്ട്രീറ്റിലാണ് ലൊക്കേഷൻ. അത് കഴിഞ്ഞ് ലസ്സി കുടിക്കാനുള്ള മൈൻഡിൽ ഇതേ രാവൽ ലസ്സി ജോയിന്റിൽ പോയപ്പോൾ അവർ തുറന്നിട്ടുണ്ടായില്ല. അപ്പൊ തൊട്ടടുത്തുള്ള ലസ്സി ഹൗസിൽ പോയി. അപ്പൊ നമ്മളൊരു നോർമൽ സ്വീറ്റ് ലസ്സിയും പിന്നെ ഒരു പിസ്ത ലസ്സിയും മട്ടൻ ലസ്സി. പിസ്ത അവർ തരിയായി കിട്ടുന്നുണ്ടല്ലേ. അടിപൊളി. എങ്ങനെയാണ് നോക്ക്. ഒരു പിസ്ത ലസ്സി കുടിച്ചോക്കാം. നല്ല രീതിയിൽ പിസ്തയും നട്ട്സ് ഒക്കെ ഉണ്ടായി. പിന്നെ ലസ്സിയിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു വേർഷൻ ആദ്യമായിട്ടാണ്. അപ്പൊ ഒരു ചേഞ്ചിന് വേണ്ടി എന്തായാലും കുടിക്കാവുന്നതാണ്. പക്ഷെ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടതാണ് നോർമൽ സ്വീറ്റ് ലസ്സിയാണ്. ഏതായാലും കൂടുതൽ ഇഷ്ടപ്പെട്ടതോ നോർമലാണ്. സ്വീറ്റ് ലസ്സിക്ക് 40 പിന്നെ പിസ്തയ്ക്ക് 60 യെസ്. അതിൻ്റെ ഇടയിൽ സ്നാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മട്ടാഞ്ചേരി പാലസ് റോഡിലാണ് ലൊക്കേഷൻ. ഇനി നമുക്ക് നമ്മുടെ ശാന്തിലാലിന്റെ സ്വീറ്റ് ബോക്സ് ഇല്ലേ, അതങ്ങ് അൺബോക്സ് ചെയ്യാം. ഇത് സ്പെഷ്യൽ സ്വീറ്റ്സ് എന്ന് പറഞ്ഞൊരു ബോക്സ് ആയിരുന്നല്ലോ. അപ്പൊ ഇതിൽ കുറെ ഐറ്റംസ് ഉണ്ട്. വെറൈറ്റി ഓഫ് മിൽക്ക് ബർഫി ഉണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ പേട, കാലാക്കണ്ട്, അങ്ങനെ കുറെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഇതിൽ ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്ന് താഴെ കമന്റ് ചെയ്യും. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എക്സ്ട്രാ ഓർഡർ ആക്കിയ കാലജാമനും അതുപോലെ വിഷയം എപ്പിക് സാധനം, ഒന്നും പറയാൻ കില്ല സ്റ്റഫ്. വെറുതെ മെൽറ്റ് ഇൻ മൗത്ത് ആയിരുന്നു സംഭവം. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള സ്വീറ്റ്സ് ആണെങ്കിലും ഹൽവ ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. മൈസൂർ പാക്ക് ഒക്കെ സെറ്റ് ആയിരുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു വെറ്റായിട്ടുള്ള മൈസൂർ പാക്ക് ഇഷ്ടം. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം? ഈ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും ആകാംക്ഷയോടെ ട്രൈ ചെയ്യാൻ കാത്തിരുന്നത് ഈ റോസ് ബൈറ്റ് എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു സ്വീറ്റ് ആണ്. ഇതിനൊരു പേരക്കടയൊക്കെ ഒരു കളറാണ് പുറമെ വന്നിട്ട്. അത് നമ്മുടെ മെയിൻ ഫുഡ് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടാ, അടിപൊളിയാണ്. എന്നിട്ട് എനിക്ക് ഫ്ലേവർ എന്താണെന്ന് പറയാൻ പറ്റില്ല. മിക്സിംഗ് ആണ്. 2-3 ഫ്രൂട്ട്സിന്റെ ഒക്കെ ടേസ്റ്റ് വരുന്നുണ്ട്. മിക്സഡ് ഫ്രൂട്ടിന്റെ ഒക്കെ. അടിപൊളിയാണ്. സൂപ്പർ.